കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നൽകിയത്. ഉള്ള് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ മോഷണം. 5.5 പവനോളം തൂക്കമുള്ള ആഭരണങ്ങൾ കവർന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരികളായ 2 സ്ത്രീകളുടെ മാല കവർന്നു. പുലർച്ചെയാണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്ക്. ദേശീയപാത കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന കേസിൽ കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായി സൂചന. മറ്റത്തൂർ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ആനപ്പിടിയിൽ പ്രദേശവാസികൾ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞു. 2 ആഴ്ചത്തേക്കാണ് അറസ്റ്റ് തടഞ്ഞത്. സിദ്ദിഖിന് സുപ്രീംകോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. അന്വേഷണത്തിന് സഹകരിക്കണമെന്ന് സുപ്രീംകോടതി സിദ്ദിഖിനോട് ആവശ്യപ്പെട്ടു. വിചാരണ കോടതിയുടെ വ്യവസ്ഥകൾ പാലിക്കണം. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തു. മേക്കപ്പ് മാനേജർ കൊരട്ടി സ്വദേശി സജീവനെതിരെയാണ് കേസെടുത്തത്. മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതി പ്രകാരമാണ് പൊൻകുന്നം പോലീസ് സജീവനെതിരെ കേസെടുത്തത്. ഉള്ള് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ മോഷണം. ദേവിക്ക് ചാർത്തുന്ന മാലകൾ ഉൾപ്പെടെയുള്ള 5.5 പവനോളം തൂക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. ആഭരണം സൂക്ഷിച്ചിരുന്ന ക്ഷേത്രത്തിനകത്തെ അലമാര കുത്തിപ്പൊളിച്ച നിലയിലാണ്. ക്ഷേത്രത്തിലെ പത്താഴപ്പുരയും തുറന്നുകിടക്കുന്നുണ്ട്. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഞായറാഴ്ചയാണ് മോഷണം നടന്ന വിവരം ക്ഷേത്ര ഭാരവാഹികൾ അറിയുന്നത്. ക്ഷേത്രത്തിൽ CCTV സ്ഥാപിച്ചിട്ടില്ല. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും 2 സ്ത്രീകളുടെ മാല കവർന്നു. ആറന്മുള സ്വദേശിനി രേഖാ നായർ, കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനി ലക്ഷ്മി എന്നിവരുടെ മാലകളാണ് കവർന്നത്. മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്കേറ്റു. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. 3ാമത്തെ പ്ലാറ്റ്ഫോമിലൂടെ നടന്നുവരികയായിരുന്ന ലക്ഷ്മിയുടെ 2 പവന്റെ മാലയാണ് കവർന്നത്. മാല പൊട്ടിച്ച് ഓടുന്നതിനിടെ റെയിൽവേ ജീവനക്കാരൻ പിന്തുടർന്ന് മോഷ്ടാവിനെ പിടികൂടിയെങ്കിലും തള്ളിയിട്ട് രക്ഷപ്പെട്ടു. ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ എതിരെ നടന്നുവരികയായിരുന്ന രേഖാ നായരുടെ 4 പവന്റെ മാലയും കവർന്നു. ട്രെയിൻ വരുന്ന സമയമായതിനാൽ ഇരുവരും പരാതി നൽകാതെ യാത്രയായി. പിന്നീട് നാട്ടിലെത്തിയതിനു ശേഷം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പുലർച്ചെ 3:30യോടെ റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ആൾതാമസമില്ലാത്ത വീട്ടിൽ മോഷണശ്രമം നടന്നു. ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ജീവനക്കാരൻ പുത്തൻവീട്ടിൽ സച്ചിദാനന്ദന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത്. ഓടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് സാധനങ്ങൾ വാരിവലിച്ചിട്ട നിലയിലായിരുന്നു. സച്ചിദാനന്ദനും കുടുംബവും 2 ദിവസം മുൻപ് വീടടച്ച് മകളുടെ വീട്ടിലേക്ക് പോയതായിരുന്നു. അടച്ചിട്ട വീട്ടിൽ നിന്ന് ലൈറ്റ് കണ്ട് അയൽവാസികൾ എത്തിയപ്പോഴേക്കും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് സംശയം. മേഖലയിൽ കഴിഞ്ഞ ദിവസവും സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. ദേശീയപാത കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന കേസിൽ കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായി സൂചന ലഭിച്ചതിനെ തുടർന്ന് പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. കേസിലെ 5 പ്രതികളെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവല്ല സ്വദേശികളായ റോഷൻ വർഗീസ്, ഷിജോ വർഗീസ്, തൃശൂർ സ്വദേശികളായ സിദ്ദിഖ്, നിഷാന്ത്, നിഖിൽ എന്നിവരാണ് പിടിയിലായത്. മുഖ്യപ്രതിയായ റോഷൻ വർഗീസ് മാസങ്ങൾക്ക് മുൻപ് നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. കവർച്ച ചെയ്ത സ്വർണം എടുക്കുവാനുള്ള നീക്കത്തിലാണ് പോലീസ്. തിരുവല്ല, ചേരാനെല്ലൂർ, തൃശൂർ എന്നിവിടങ്ങളിലെ സംഘങ്ങൾ സംയുക്തമായി നടത്തിയ കവർച്ചയാണിതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് രാത്രി കാട്ടാനകളിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു. ഇഞ്ചക്കുണ്ട് പാട്ടുകര ഷെരീഫ്, മുല്ലക്കുന്നിൽ ജോണി, എടത്താട്ട് കൊച്ചുതെറേസ്യ എന്നിവരുടെ വീടുകൾക്കരികിലെത്തിയ കാട്ടാനകൾ തെങ്ങ്, കവുങ്ങ്, ഇഞ്ചി കൃഷി എന്നിവ വ്യാപകമായി നശിപ്പിച്ചു. രാത്രി 2 മണിയോടെയാണ് 4 ആനകൾ പ്രദേശത്തെത്തിയത്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്ന കൊച്ചുതെറേസ്യ ശബ്ദം കേട്ട് നോക്കിയപ്പോഴാണ് ആനകളെ കണ്ടത്. പുലർച്ചെ 5 മണിവരെ ആനകൾ പ്രദേശത്തുണ്ടായിരുന്നു. പുതുക്കാട് സ്കൂളിൽ +2 പഠിക്കുന്ന വിദ്യാർത്ഥി വിനോദയാത്ര പോകാനായി പുലർച്ചെ റോഡിലിറങ്ങിയപ്പോൾ കാട്ടാനയുടെ മുൻപിൽ അകപ്പെട്ടുവെങ്കിലും ഓടി രക്ഷപ്പെടുകയായിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലെ ആദ്യഘട്ട വാർഡ് വിഭജനത്തിന്റെ കരട് റിപ്പോർട്ട് ഡീലിമിറ്റേഷൻ കമ്മീഷൻ നവംബർ 16-ാം തീയതി പ്രസിദ്ധീകരിക്കും. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലും 2ാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളിലും 3ാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളിലും വാർഡ് വിഭജനം നടക്കും. എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും മുഴുവൻ വാർഡുകളുടെയും അതിർത്തി പുനർനിർണ്ണയിക്കും.
ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ കുറഞ്ഞത് 14 കൂടിയത് 24 വാർഡുകൾ ഉണ്ടാകും. മുനിസിപ്പാലിറ്റികളിൽ കുറഞ്ഞത് 26 കൂടിയത് 530 വാർഡുകൾ ഉണ്ടാകും. കോർപ്പറേഷനുകളിൽ കുറഞ്ഞത് 56 വാർഡും കൂടിയത് 101 വാർഡ് എന്നിങ്ങനെയാകും. പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിച്ച 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട സംഭവത്തിൽ പ്രധാന അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പെരിങ്ങോട്ടുകര സെന്റ് സെറാഫിക് കോൺവെന്റ് സ്കൂളിലെ പ്രധാന അധ്യാപിക സിസ്റ്റർ ടെസിൻ ജോസഫിനെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എ അൻസാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. കുട്ടിയെ ക്ലാസ് മുറിയിൽ തനിച്ചാക്കി പൂട്ടിയിട്ട സംഭവം വിവാദമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വിഷയത്തിൽ ഇടപെട്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. തുടർന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. മകളെ വീട്ടിലേക്ക് കൊണ്ടുപോകാനെത്തിയ പിതാവ് ഉണ്ണികൃഷ്ണൻ കുട്ടിയെ കാണാതെ അന്വേഷിച്ചപ്പോൾ മുറിക്കുള്ളിൽ മകളെ പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടെത്തുകയായിരുന്നു. ആ സമയം കുട്ടി ഭയചകിതയായി മുറിക്കുള്ളിൽ നിന്ന് വാതിലിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കുട്ടിയെ 40 മിനിറ്റ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ടതായി മനസ്സിലാക്കി IT ക്ലാസ് സ്കൂൾ മാനേജർ ക്രമവിരുദ്ധമായി അധ്യാപികയെ നിയമിച്ച് നടത്തിവരികയാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ എ അൻസാർ പറഞ്ഞു. അന്തിക്കാട് SI VP അരിസ്റ്റോട്ടിലിന് സ്റ്റേഷനിലെത്തിയ യുവാവിന്റെ മർദ്ദനം. മൂക്കിന് പരിക്കേറ്റ SIയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരിമ്പൂർ കൈപ്പള്ളി സ്വദേശി അഖിലാണ് SIയെ ആക്രമിച്ചത്. വാഹനമിടിച്ച കേസിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ അഖിൽ സ്റ്റേഷന് മുന്നിൽ വെച്ച് പൊതുജനമധ്യത്തിൽ SIയുടെ മുഖത്തടിക്കുകയായിരുന്നു. അടിയുടെ ആഘാതത്തിൽ മൂക്കിന് പരിക്കേറ്റ SIയെ ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. അഖിലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുന്നുകുളം പട്ടാമ്പി റോഡിലെ വൺവേയിൽ KSRTC ബസിനെ മറികടക്കാൻ ശ്രമിച്ച സ്വകാര്യ ബസ് KSRTC ബസ്സിലിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. പട്ടാമ്പി റോഡിൽ നിന്നും ബൈജു റോഡിലേക്കുള്ള വൺവേ തിരിഞ്ഞു വരികയായിരുന്ന KSRTC ബസിനെ കുന്നുകുളം കോഴിക്കോട് റൂട്ടിലെ സർവീസ് നടത്തുന്ന മഹാരാജ എന്ന സ്വകാര്യ ബസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്വകാര്യ ബസിന്റെ മധ്യഭാഗം KSRTC ബസ്സിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഇരു ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ഇടുങ്ങിയ റോഡിൽ അമിത വേഗതയിലായിരുന്നു സ്വകാര്യ ബസ്സെന്ന് നാട്ടുകാർ പറഞ്ഞു. അപകടത്തെ തുടർന്ന് മേഖലയിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു. നവീകരണ പ്രവർത്തനം സെപ്റ്റംബർ 30-നകം ആരംഭിക്കുമെന്ന ഉറപ്പ് NHIA പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർമാൻ എബി ജോർജിന്റെ നേതൃത്വത്തിൽ കൌൺസിലർമാർ ചാലക്കുടി പോട്ട സർവീസ് റോഡ് ഉപരോധിച്ചു. പോട്ട സുന്ദരി കവല സർവീസ് റോഡിന്റെ പണികൾ സെപ്റ്റംബർ 30-ന് ആരംഭിക്കുമെന്ന് അറിയിച്ചുവെങ്കിലും കരാറുകാരായ GIPL കമ്പനിയുടെ മെല്ലെപ്പോക്ക് മൂലം അത് നടന്നില്ല. കൌൺസിലർമാരായ വത്സൻ ചെമ്പക്കര, ജോജി കാട്ടാളൻ, തോമസ് മാളിയേക്കൽ തുടങ്ങിയവരാണ് സമരത്തിൽ പങ്കെടുത്തത്. സമരക്കാരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഭൂമി തരംമാറ്റൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ അദാലത്ത് നടത്തും. 71 കേന്ദ്രങ്ങളിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. 25 സെന്റ് വരെ സൗജന്യ തരംമാറ്റത്തിന് അർഹരായവരുടെ കേസുകൾ കളക്ടർമാരുടെ നേതൃത്വത്തിൽ അദാലത്തിൽ പരിഗണിക്കും. അദാലത്തിൽ പരിഗണിക്കുന്ന അപേക്ഷകർക്കുള്ള അറിയിപ്പ് മൊബൈലിൽ സന്ദേശം ലഭിക്കും. ഭൂമി തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനു വേണ്ടിയാണ് രണ്ടാം ഘട്ട അദാലത്ത്. 2018 പ്രളയത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച തൃശൂർ ജില്ലയിലെ 127 പേർക്ക് നഷ്ടപരിഹാരം നൽകിയിട്ടില്ലെന്ന് വിവരാവകാശ രേഖ. കൊച്ചി സ്വദേശി K. ഗോവിന്ദൻ നമ്പൂതിരിക്ക് തൃശൂർ കളക്ടറേറ്റിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. നാശനഷ്ടങ്ങൾ ചൂണ്ടിക്കാട്ടി 38,987 അപേക്ഷകൾ ലഭിച്ചു. ഇവർക്ക് തുക അനുവദിച്ചു. എന്നാൽ 127 പേർക്ക് ധനസഹായം ലഭിച്ചിട്ടില്ലെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ചേർപ്പ് എട്ടുമുനയിൽ പാടത്ത് തലയൂട്ടിയും അസ്ഥികഷ്ണങ്ങളും കണ്ടെത്തി. പാടത്ത് ട്രാക്ടറുമായി എത്തിയ പ്രദേശവാസികളാണ് അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. 1.5 മാസം മുൻപ് കാണാതായ ആളുടെ എന്ന് സംശയിക്കുന്ന ട്രൗസറും ചെരുപ്പും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്ഥലത്തെത്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തൃശൂർ പൂരം വിവാദം. തൃപ്രയാറിൽ പ്രതീകാത്മക പ്രതിഷേധ പൂരം സംഘടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ്. മുഖ്യമന്ത്രിയുടെ ഒത്താശയോടെ ADGP അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം കലക്കിയെന്നാരോപിച്ചാണ് വ്യത്യസ്ത പൂരം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് പ്രതിഷേധ പൂരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ പൂരത്തിൽ പ്രതീകാത്മക ആനകളെ അണിനിരത്തി ചെണ്ടയും ഇലത്താളവും കൊമ്പും കുടമാറ്റവും പ്രതിഷേധ പൂരത്തിന് അണിനിരന്നു. കുടമാറ്റത്തിൽ അണിനിരന്നതാകട്ടെ
മുഖ്യമന്ത്രി പിണറായി വിജയൻ, ADGP അജിത് കുമാർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രകാശ് ജാവ്ദേക്കർ, EP ജയരാജൻ, സുരേഷ് ഗോപി, ആംബുലൻസ് തുടങ്ങിയവയുടെ ചിത്രങ്ങൾ. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ പ്രതിഷേധപൂരം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഫിറോസ് വലിയകത്ത്, സൂരജ് അവണിശ്ശേരി, ബിനോയ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മലയാളികളുടെ മാത്രമല്ല, ലോകത്തെല്ലാവരും ആഘോഷമായി കൊണ്ടാടുന്ന പൂരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. സാംസ്കാരിക തലസ്ഥാനത്ത് നടക്കുന്ന പൂരമാണ്. ആ പൂരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി RSSനും BJPക്കും സുരേഷ് ഗോപിക്കും വേണ്ടി ADGP അജിത് കുമാറിനെ ഉപയോഗിച്ച് തൃശ്ശൂർ പൂരം കലക്കുകയാണ് ചെയ്തത്. ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്ക് ആളുകളെ തൃശ്ശൂർ പേരുണ്ട് പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് കടത്താതെ, വെടിക്കെട്ട് കാണാൻ അനുവദിക്കാതെ, കുടമാറ്റം പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിൽ പോലും അലങ്കോലമാക്കിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ തന്ത്രപരമായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം കലക്കിയതിലുള്ള പ്രതിഷേധമാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമായി പ്രതീകാത്മകമായി ഒരു പൂരം തൃപ്രയാറിൽ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തിയത്. വിയൂർ സെൻട്രൽ ജയിലിൽ മതിൽക്കെട്ടിനുള്ളിലേക്ക് ലഹരി വസ്തുക്കൾ എറിഞ്ഞു നൽകാനെത്തിയ യുവാവ് പിടിയിൽ. മാന്നാമംഗലം സ്വദേശി സിജു ആണ് പിടിയിലായത്. ജയിലിലായിരുന്ന സിജുവിന് ഏതാനും മാസം മുൻപാണ് ജാമ്യം ലഭിച്ചത്. ജയിലിലെ സുഹൃത്തുക്കൾക്ക് ബീഡി, കഞ്ചാവ്, ഹാൻഡ്സ് എന്നിവ എറിഞ്ഞു നൽകാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത്. വാഹനയാത്രക്കാർക്ക് കെണിയായി കൊടുങ്ങല്ലൂർ TKS പുരം ജംഗ്ഷൻ. പഴയ ദേശീയപാത കടന്നുപോകുന്ന TKS പുരം ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ പതിവാകുകയാണ്. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഏറെക്കുറെ അടച്ചിട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ പഴയ ദേശീയപാതയിൽ ഗതാഗത തിരക്ക് ഏറെയാണ്. വാഹനമോടിക്കുന്നവരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന വിധത്തിലാണ് TKS പുരം ജംഗ്ഷനിലെ റോഡിന്റെ ഘടന. പുറമേ നിന്നും എത്തുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. പഴയ ദേശീയപാതയിലേക്ക് സ്നേഹാലയ കോൺവെന്റ് വഴി വന്നുചേരുന്ന റോഡിലൂടെ കടന്നുവരുന്ന വാഹനങ്ങൾ പഴയ ദേശീയപാതയിലേക്ക് കയറുന്നിടത്താണ് പതിവായി അപകടം സംഭവിക്കുന്നത്. നിരന്തരം അപകടങ്ങൾ അരങ്ങേറിയിട്ടും സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ നടപടി ഉണ്ടായിട്ടില്ല. TKS പുരം ജംഗ്ഷനിലെ അപകടങ്ങൾ ഒഴിവാക്കി നടപടി സ്വീകരിക്കണമെന്ന് നഗരസഭാ കൌൺസിലർമാരായ VM ജോണി, KS ശിവറാം എന്നിവർ ആവശ്യപ്പെട്ടു. എരുമപ്പെട്ടി കുന്നത്തേരിയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ വാനിന്റെ ഗ്ലാസ് തകർത്ത നിലയിൽ കണ്ടെത്തി. വട്ടേക്കാട് ചേറ്റുവപ്പാടം സ്വദേശി കുടിക്കരിമ്പിൽ വീട്ടിൽ സാലിയുടെ ഉടമസ്ഥതയിലുള്ള ട്രാവലറിന്റെ മുൻവശത്തെ ചില്ലാണ് സാമൂഹ്യ വിരുദ്ധർ തകർത്തത്. സാലിയുടെ കുടുംബം മൂന്നാറിൽ പോയി എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം വാഹനം റോഡരികിൽ നിർത്തിയിട്ടതായിരുന്നു. വാഹനത്തിന്റെ മുൻവശത്തെ ചില്ല് 3 ഭാഗങ്ങളിലായി അടിച്ചുപൊട്ടിച്ച നിലയിലാണ്. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. യുവാവ് വാഹനത്തിനടുത്തെത്തി ചില്ല് തകർക്കുന്ന ദൃശ്യം സമീപത്തെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. ഒക്ടോബർ 4-ന് കേരളത്തിലെ ചരക്ക് ഗതാഗത മേഖലയിലെ ട്രേഡ് യൂണിയനുകളും വാഹന ഉടമ സംഘടനകളും സംയുക്തമായി നടത്തുന്ന 24 മണിക്കൂർ ചരക്ക് വാഹന സമരത്തെ പിന്തുണയ്ക്കുമെന്ന് ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിർത്തി ചെക്ക് പോസ്റ്റുകൾ നീക്കം ചെയ്യുക, ഡ്രൈവർമാർക്ക് റോഡ് സൈഡിൽ സൌകര്യങ്ങൾ ഒരുക്കുക, റോഡ് നികുതി കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. GPS സ്പീഡ് ഗവർണർ കൊള്ളയും കേരളത്തിലേക്ക് വരുന്ന ചരക്ക് വാഹന കൊള്ളയും സർക്കാർ അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലേക്ക് ചരക്ക് കൊണ്ടുവരുന്നത് നിർത്തിവെക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ഓൾ ഇന്ത്യ മോട്ടോർ ട്രാൻസ്പോർട്ട് കോൺഗ്രസ് ചെയർമാൻ ഡോക്ടർ GR ഷൺമുഖപ്പ, ഓൾ കേരള ലോറി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KJ സ്റ്റാൻലിൻ, KG ഷമീർ, AT ജോൺസൺ, ഷബീർ, ശശികുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചയാളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. അഴീക്കോട് സ്വദേശി എപ്പിള്ളി വീട്ടിൽ അനിൽ എന്ന സലീഷിനെയാണ് ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ അനീഷ് കരീമിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. പൊറത്തുശ്ശേരി കോരഞ്ചേരി നഗറിൽ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന യുവതിയെ ജനൽ വഴി കൈകടത്തി ഉപദ്രവിക്കുവാൻ ശ്രമിക്കുകയും മൊബൈലിൽ ഫോട്ടോയും വീഡിയോയും പകർത്തുകയും ചെയ്ത സംഭവത്തിലാണ് അറസ്റ്റ്. ഇയാൾക്കെതിരെ കാട്ടൂർ, കൊടുങ്ങല്ലൂർ എന്നീ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. SIമാരായ ക്ലീറ്റസ്, സതീശൻ, ASIമാരായ ഷീജ, ഉമേഷ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷി ചെയ്ത കർഷകർക്ക് തിരിച്ചടി. പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞ്. ഓണത്തിന് പൂക്കളം ഒരുക്കാൻ മലയാളികൾ ചെണ്ടുമല്ലിപ്പൂക്കളെ കൂടുതലായി ഉപയോഗിച്ചു തുടങ്ങിയതോടെ ഇവയ്ക്ക് ഡിമാൻഡ് ഏറുകയായിരുന്നു. അടുത്ത കാലത്തായി വരവ് പൂക്കളെ ആശ്രയിക്കുന്നതിന് പകരം നാട്ടിൻപുറങ്ങളിൽ പൂക്കൃഷി വ്യാപകമായി തുടങ്ങി. കുടുംബശ്രീയും ചെറുകിട കർഷകരും ഇത്തരത്തിൽ പൂക്കൃഷി ആരംഭിച്ചതോടെ പൂക്കളങ്ങൾ തദ്ദേശീയമായി കൃഷി ചെയ്ത പൂക്കൾ കൈയടക്കി വരികയായിരുന്നു.
എന്നാൽ ഇത്തവണ ഓണത്തിന് തരക്കേടില്ലാത്ത വിപണി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പൂക്കൃഷി ചെയ്ത കർഷകർ നിരാശയിലായി. ഓറഞ്ച്, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലികളാണ് ഓണത്തിനായി കർഷകർ കൃഷി ചെയ്തത്. ഇതിൽ അത്തത്തിനു മുൻപേ മഞ്ഞപ്പൂക്കൾ വിരിഞ്ഞ് വിളവെടുപ്പിന് പാകമായി. എന്നാൽ ഓറഞ്ച് പൂക്കൾ വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്. വരന്തരപ്പിള്ളി അമ്മുക്കുളത്ത് ഭൂമി പാട്ടത്തിനടുത്ത് പൂക്കൃഷി നടത്തിയ ചക്കേരി വീട്ടിൽ ലീല, തേർമടം ഓമന എന്നിവരുടെ ഓറഞ്ച് പൂക്കളും വിരിഞ്ഞത് ഓണം കഴിഞ്ഞാണ്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കിയത്. തൈക്കളധികം ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ല. കാരണം നമ്മൾ രാവിലെ തൊട്ട് കുട്ടികളെ നോക്കണ മാതിരി പരിപാലിക്കണാണ്ട് ഞങ്ങൾക്ക് കുറച്ച് തൈയാണ് ചീഞ്ഞു പോകുന്ന ഉണ്ടായുള്ളൂ. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തെങ്കിലും കൂടി ഓണം സമയത്ത് നമുക്ക് ഈ റെഡ് പൂവ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയില്ല. യെല്ലോ മാത്രമാണ് വിരിഞ്ഞ് കിട്ടിയത്. അതാന്ന് വെച്ചാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തത് കൊണ്ട് മഴ പെയ്ത് പൂവിൽ വെള്ളം, ഇത്ര വലിയ പൂവാകുമ്പോൾ അതിൽ വെള്ളം നിന്ന് വെയിറ്റ് കൂടുമ്പോൾ പൂവ് ഒടിഞ്ഞ് വീഴുക, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ റെഡ് എല്ലാം വിരിഞ്ഞു. ഇതാണെങ്കിൽ മാർക്കറ്റിൽ ആരും വാങ്ങിക്കുന്നില്ല. എത്ര പൈസ കുറച്ചാലും നമ്മൾ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ ആരും മേടിക്കാൻ തയ്യാറല്ല. പൊലിമ പുതുക്കാട് പദ്ധതിയിലെ പുഷ്പഗ്രാമത്തിൽ ഉൾപ്പെടുത്തിയാണ് ഇരുവരും ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 1500 ഹൈബ്രിഡ് ചെടികളാണ് കൃഷി വകുപ്പിൽ നിന്നും വാങ്ങിയത്. ഒരേ സമയം കൃഷി ചെയ്തതിൽ മഞ്ഞപ്പൂക്കൾ വിരിയുകയും ഓറഞ്ച് ചെടികൾ മൊട്ടിട്ട് നിൽക്കുകയും ചെയ്തതോടെ കാരണം തേടി അധികൃതരെ സമീപിച്ചെങ്കിലും കൃത്യമായ മറുപടി കർഷകർക്ക് ലഭിച്ചില്ല. ഓണം കഴിഞ്ഞതോടെ പൂക്കൾ വിൽപ്പന നടത്താൻ ഇവർ ശ്രമിച്ചെങ്കിലും വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥയാണ്. ഓണക്കാലത്ത് ചെണ്ടുമല്ലിപ്പൂക്കൾക്ക് കിലോയ്ക്ക് 150 രൂപയിലേറെ വിലയുണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ 20 രൂപയ്ക്ക് പോലും പൂക്കൾ എടുക്കാൻ ആളില്ലാത്ത സ്ഥിതിയായി. തമിഴ്നാട്ടിൽ നിന്നെത്തിക്കുന്ന പൂക്കൾ 4 ദിവസം വരെ കേടുകൂടാതെ ഇരിക്കുമെന്നും നാട്ടിൽ കൃഷി ചെയ്ത പൂക്കൾ 2 ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കാനാവില്ലെന്നും പൂക്കടക്കാർ പറയുന്നു. നിശ്ചിത കാലത്തേക്ക് ഭൂമി പാട്ടത്തിനടുത്ത് പൂക്കൃഷി നടത്തിയ കർഷകർക്ക് ഭൂമി തിരിച്ചു കൊടുക്കേണ്ട സമയമായിട്ടും പൂക്കൾ വിറ്റുപോകാത്തത് തിരിച്ചടിയാവുകയാണ്. തദ്ദേശീയമായി കൃഷി നടത്തുന്ന കർഷകരുടെ പൂക്കൾ ന്യായമായ വിലയ്ക്ക് വിൽപ്പന നടത്താൻ വിപണിയൊരുക്കണമെന്നാണ് കർഷകർ പറയുന്നത്. TCV പുതുക്കാട്. പെരുമ്പിലാവ് കൊരട്ടിക്കര മടപ്പാട്ടിൽ താഴംകുറവ് നഗർ റോഡിൽ രാത്രിയിൽ സെപ്റ്റിക് മാലിന്യം ഒഴുക്കി. മാലിന്യം ഒഴുക്കിവിട്ടവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കടവലൂർ പാടം, അറക്കൽ പാടം, പുത്തൻകുളം ഗ്രൗണ്ടിന് സമീപം ആനക്കല്ല്, മുല്ലപ്പള്ളിക്കുന്ന് തുടങ്ങി പഞ്ചായത്തിന്റെ നിരവധി പ്രദേശങ്ങളിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വ്യാപകമായി മാലിന്യം തള്ളിയത്. പലതവണ പഞ്ചായത്ത്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 2024 പ്രൊഫസർ വി അരവിന്ദാക്ഷൻ സ്മാരക പുരസ്കാരം മനുഷ്യാവകാശ പ്രവർത്തക ടി സ്റ്റാർ സെതൽവാദിന് നൽകുമെന്ന് പ്രൊഫസർ വി അരവിന്ദാക്ഷൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ഒക്ടോബർ 15-ാം തീയതി തൃശൂർ കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സമ്മാനിക്കും. MA ബേബി, പ്രൊഫസർ K സച്ചിദാനന്ദൻ, പ്രൊഫസർ C വിമല, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, സെക്രട്ടറി PS ഇക്ബാൽ, ഡോക്ടർ ഫസീല തരകത്ത്, ED ഡേവിസ് എന്നിവർ പങ്കെടുത്തു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സ്വാമി നന്ദാത്മജാനന്ദ നിർവഹിച്ചു. ദേവസ്വം പ്രസിഡന്റ് ഇൻചാർജ് പ്രശാന്ത് മേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് നാദബ്രഹ്മം ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഭക്തിഗാനാർച്ചന അരങ്ങേറി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വരും ദിവസങ്ങളിൽ വൈകിട്ട് ക്ഷേത്രം അഗ്രശാലയിൽ തിരുവാതിരക്കളി, നൃത്തനൃത്യങ്ങൾ, ഭക്തിഗാനസുധ, കോലാട്ടം, ഭരതനാട്യം, സംഗീത കച്ചേരി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ഒക്ടോബർ 10-നാണ് പൂജവെപ്പ്, 13-നാണ് വിജയദശമി. അവസരമാണ്. നമുക്കറിയാം, ഈ ചരിത്രത്തെ പകുത്തുവെച്ച് വരും സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഈ ലോകത്ത് ജീവികളുണ്ടായിട്ടും ഒരുപാട് അറിയിച്ചതാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നത് ഈ ലോകത്ത് അന്നഗര തൃക്കുലശേഖരപുരം ക്ഷേത്രത്തിലെ പുരാതന ചുമർ ചിത്രങ്ങൾ സംരക്ഷണമില്ലാതെ നശിക്കുന്നു. ഗുരുവായൂർ ചുമർ ചിത്രശൈലിയുടെ ഉപജ്ഞാതാവായിരുന്ന പുലാക്കാട്ട് രാമൻ നായർ 19-ാം നൂറ്റാണ്ടിൽ വരച്ചതാണ് അന്നഗര ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ. തൃശൂർ ജില്ലയിലെ നാശോന്മുഖമായി കൊണ്ടിരിക്കുന്ന ചിത്രകലാ സങ്കേതങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായാണ് ഡോക്ടർ MG ശശിഭൂഷണൻ അന്നഗര തൃക്കുലശേഖരപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ വന്നത്. ചിത്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്ന കാരണത്താൽ വടക്ക് ഭാഗത്തെ ചിത്രങ്ങൾ പൂർണ്ണമായും വെള്ള പൂശിയിരുന്നു. കിഴക്കുഭാഗത്തെ ചുമരിൽ കിരാതാർജുനീയം കഥകളും, തെക്കുഭാഗത്തെ ചുമരിൽ ഗണപതി, സരസ്വതി, സുന്ദരയക്ഷി, ശക്തി പഞ്ചാക്ഷരി, ഭദ്രകാളി തുടങ്ങിയ ചിത്രങ്ങൾ ഇപ്പോഴും കാലപ്പഴക്കത്തിന്റെ മങ്ങലിൽ നിലനിൽക്കുന്നുണ്ട്.
ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ വരച്ചിട്ടുള്ള പുലാക്കാട്ട് രാമൻ നായർ രാജാ രവിവർമ്മയുടെ കാലത്ത് ജീവിച്ചിരുന്ന ചിത്രകാരനാണ്. എണ്ണ ഛായാചിത്രങ്ങൾ വരച്ചിരുന്ന ഗുരുവായൂർ സ്വദേശിയായ പുലാക്കാട്ട് രാമൻ നായർ അർഹിക്കുന്ന അംഗീകാരങ്ങൾ ലഭിക്കാതെ പോയ ഒരു കലാകാരനായിരുന്നുവെന്ന് ഡോക്ടർ MG ശശിഭൂഷണൻ പറഞ്ഞു. ഗുരുവായൂർ ശൈലി എന്ന് പറഞ്ഞാൽ അത് പുലാക്കാട്ട് രാമൻ നായർ തുടങ്ങിവെച്ച ശൈലിയാണ്. അദ്ദേഹം തൊഴിൽ കൊണ്ടൊരു വക്കീൽ ഗുമസ്തനായിരുന്നു. ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. അദ്ദേഹം ഈ രവിവർമ്മയുടെ ഒരു പ്രശസ്തിയുടെ കാലത്താണ് ചിത്രങ്ങൾ വരച്ചത്. അപ്പോൾ രവിവർമ്മയെ തോൽപ്പിക്കുക എളുപ്പമല്ലാത്തത് കൊണ്ട് അദ്ദേഹം രവിവർമ്മയുമായിട്ടൊരു അനുരഞ്ജനമാണ് നടത്തിയത്. ഒല്ലൂർ പള്ളിയിലെ ചിത്രങ്ങൾ, വേലൂർ അർണോസ് പാതിരിയുടെ പള്ളി, എരുമപ്പെട്ടി ആദൂർ ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ എന്നിവയും ശശിഭൂഷൺ സന്ദർശിച്ചിരുന്നു. ഗുരുവായൂർ ദേവസ്വം ചുമർചിത്ര പഠന കേന്ദ്രം പ്രിൻസിപ്പാൾ M. നളിൻ ബാബു ശശിഭൂഷയോടൊപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ് പാവറട്ടി. കടങ്ങോട് പഞ്ചായത്ത് 11-ാം വാർഡിലെ ആദൂർ നീളംകുന്ന് മൊബൈൽ ഫോൺ ടവർ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. വാർഡംഗം മുഹമ്മദ് കുട്ടിയുടെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പരിസ്ഥിതി ലോല പ്രദേശവും ജലസംഭരണിയുമുള്ള ആദൂർ നീളംകുന്നിൽ ആഴത്തിൽ കുഴിയെടുത്തുള്ള മൊബൈൽ ടവർ നിർമ്മാണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സൂചിപ്പിച്ച് നാട്ടുകാർ ഖനനം തടഞ്ഞിരുന്നു. താഴ്ചയിലുള്ള ഖനനം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ദേശീയപാത ചാലക്കുടി നാടുകുന്നിൽ ബസ്സിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പേരാമ്പ്ര കുളത്തൂപ്പറമ്പിൽ 73 വയസ്സുള്ള കൃഷ്ണനാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7050 രൂപ, പവന് 56,400 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3387 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. പീഡനക്കേസിൽ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. പരാതി നൽകാൻ കാലതാമസമുണ്ടായെന്ന വാദം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നൽകിയത്. ഉള്ള് കാർത്തിയാനി ദേവി ക്ഷേത്രത്തിൽ മോഷണം, 5.5 പവനോളം തൂക്കമുള്ള ആഭരണങ്ങൾ കവർന്നു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരികളായി 2 സ്ത്രീകളുടെ മാല കവർന്നു. പുലർച്ചെയാണ് സംഭവം. മോഷ്ടാവിനെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ റെയിൽവേ ജീവനക്കാരന് പരിക്ക്. ദേശീയപാത കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണം കവർന്ന കേസിൽ കൂട്ടുപ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പ്രതികൾ ബാംഗ്ലൂരിലേക്ക് കടന്നതായി സൂചന. മറ്റത്തൂർ ഇഞ്ചക്കുണ്ട് പ്രദേശത്ത് വീണ്ടും കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ആനപ്പിടിയിൽ പ്രദേശവാസികൾ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.